കരിമീൻ 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 തൃശ്ശൂരിൽ തന്നെ ഇത്ര അധികം കരിമീൻ കിട്ടണ സ്പോട്ട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഇതാണ് കേട്ടോ. ഈ സ്പോട്ടിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ദേ ഫുൾ വീഡിയോ കണ്ടോളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ദേവൂസ് കുട്ടി സ്റ്റോറി. അപ്പോൾ നമ്മുടെ സ്പോട്ട് വരുന്നത് ചേറ്റുവ കായലിന് അരിയിൽ തന്നെയുള്ള കുണ്ടൂക്കടവ് പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കുണ്ടൂക്കടവ് പാലം. ഈ സ്പോട്ടിലാണ് ഇത്ര അധികം കരിമീന് ഈ ഇടയായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കണത്. ഈ ചൂട്ടത്ത് ഞങ്ങളിത് ആ കാണുന്ന കാലിൻ്റെ അടിയിലാണ് കേട്ടോ പോയി ഇരുന്ന് മീൻ പിടിക്കണേ. നല്ല കാറ്റും നല്ല തണവൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ചേട്ടന്മാരൊക്കെ കൂട്ടിയിട്ടാണ് പോയി മീൻ പിടിക്കുന്നത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ഇവിടെ ഇരുന്ന് കാണും. കരിമീൻ ചൂണ്ടണവർക്ക് എല്ലാവർക്കും അറിയണ പോലെ ഇതൊന്ന് കൊത്തി കിട്ടാനാണ് പാട്. ഒന്ന് കൊത്തി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചറപറയെന്ന് പറഞ്ഞാൽ നമുക്ക് മീൻ കിട്ടും. സോ ആ കൊത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഒന്ന് കൊത്തി തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വീട്ടിൽ പോകുമായിരുന്നു. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇവിടെ എല്ലാവരും ഇരുന്നിട്ട് പരിശ്രമിക്കുന്നത്. ഇപ്പം കിട്ടി തുടങ്ങിയിട്ടില്ല, വൈകാതെ തന്നെ കിട്ടും. കുറേ കിട്ടാറുണ്ട് സാധാരണ. കഴിഞ്ഞ ആഴ്ചയിലത്തെ മീൻപിടുത്തത്തിലൊക്കെ കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇത്ര ദൂരത്തുനിന്ന് വരെ 2 കസിൻസും വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഈ മീൻ പിടുത്തം ആരംഭിച്ചിട്ടുള്ളത് ഈ ആഴ്ച കേട്ടോ. കരിമീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന തീറ്റ തന്നെയാട്ടോ ഇവിടെ ഉപയോഗിക്കണം. കുറച്ച് മൈദ എടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് അട ഉണ്ടാക്കണ പോലെ നമ്മളൊന്ന് ചുട്ടെടുത്തിട്ട് ആണ് നമ്മളിങ്ങനെ ഉണ്ടകളൊക്കെ ആക്കി. എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിലുണ്ട് ഇത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കണേ. അതിലെങ്ങനെയാണ് നമ്മൾ തീറ്റ ഉണ്ടാക്കണേന്നൊക്കെ ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെയാണ് ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കരിമീനെ തീറ്റ കൊടുക്കണേ. ഇതേ സംഭവം ആൾ കൊത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതേ കിട്ടി തുടങ്ങി. ഫസ്റ്റ് തന്നെ നല്ലൊരു സൈസുള്ള ഒരു ആവറേജ് സൈസുള്ള ഒരു കരിമീൻ കിട്ടി കേട്ടോ. ഇനി അങ്ങോട്ട് കൊത്തി തുടങ്ങി സ്റ്റാർട്ട് ചെയ്യും. ദേ ഇപ്പോൾ 4 അള്ളിയും ചൂണ്ടായെങ്കിലും നല്ലോണം ദേ മീൻ കൊത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് തോന്നണതിൻ്റെ മെയിൻ റീസൺ നല്ലൊരു ചായക്കടയുണ്ട്. വൈകിട്ട് ചൂടോട് തന്നെ ബജ്ജിയും ഇതൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്പോട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവരൊക്കെ മീൻ പിടിക്കുമ്പോൾ ഞാൻ അവിടെ പോയിരുന്ന് ചായ കുടിക്കലൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി. നമ്മളിതേ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ ഇവിടെ ചൂണ്ടയിൽ പുതിയ കരിമീനോളം ഉഷാറായിട്ട് കൊത്തി തുടങ്ങിയിട്ടാ നോക്കിയ ആൾ പെടക്കണത്. അയ്യോ, കുറച്ചെണ്ണത്തിനൊക്കെ ഇതേ കുല്ലിയിൽ മാറ്റി വെച്ചിട്ടുണ്ട് ജീവനോടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊരാൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ കുറച്ചെണ്ണത്തിനൊക്കെ നമ്മൾ ജീവനോടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിന്ന് രാത്രി വറുത്ത് തിന്നേണ്ടതല്ലേ. ജീവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലിയിൽ തന്നെ കെട്ടിയിട്ട് വെള്ളത്തിൽ തന്നെ ഇറക്കിയിടുകയാണ് കേട്ടോ നമ്മൾ ചെയ്യാറ്. ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെയാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് കരിമീൻ്റെ സീസൺ. അപ്പോൾ ഈ സമയങ്ങളിൽ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ അധികം കരിമീനെ പിടിച്ച് വീട്ടിൽ പോവാം. വെയിലേറ്റ സമയത്താണ് മെയിനായിട്ട് കരിമീൻ അടിക്കുന്നത്. വെയിലിറക്കിയ സമയത്ത് തീരെ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് വേണം വരാൻ. വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ തീരെ കരിമീൻ കിട്ടില്ല, നല്ലോണം വെള്ളം ഇറങ്ങും. ഇപ്പോൾ കാണുന്ന വെള്ളത്തിൻ്റെ പകുതി പോലും വെള്ളം ഉണ്ടാവില്ല. സോ അതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് വേണം കരിമീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ വരാൻ. മറ്റ് ഭാഗങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്രിഡ്ജിൻ്റെ താഴത്ത് കരിമീൻ്റെ അളവ് വളരെയധികം കൂടുതലാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്രിഡ്ജിൻ്റെ തണലുള്ള കാരണം ഇതിൻ്റെ അടിയിലുള്ള വെള്ളത്തിന് തണുപ്പായിരിക്കും. അതേപോലെ തന്നെ നമുക്കും ചൂടൊന്നും കൊള്ളാണ്ട് സൂപ്പറായി നിന്ന് മീൻ പിടിക്കാൻ പറ്റും. പുതിയതൊന്ന് കൊത്തിയിട്ടാ കണ്ടില്ലേ. ഇതിൻ്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റിയാണ് നമ്മുടെ ചൂണ്ടേനെ വളച്ചൊടിച്ച് കൊണ്ടുപോയിട്ടാണ് ഇവർ കൊത്തണേ. അപ്പോൾ അത് തന്നെ ഒരു മെയിൻ ഹരമാണ് ഈ കരിമീൻ പിടുത്തത്തിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ കരിമീൻ പിടിക്കുമ്പോൾ എൻ്റെ ചൂണ്ട ഇങ്ങനെ വലിച്ച് കൊണ്ടുപോകണത്. നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിൽ കണ്ട വേറൊരു കാഴ്ചയാണിത്.
നീർനായ കക്കിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം എന്നറിയില്ല. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. കണ്ടില്ലേ, പുഴയൊക്കെ നല്ല സുന്ദരിയായി ഇരിക്കുന്നു. എന്തൊരു തണവും കാറ്റാണെന്ന് അറിയിട്ടിരിക്കുമ്പോൾ. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാം, നമ്മുടെ ചൂണ്ടതേ വലിച്ചു കൊണ്ടുപോകണം കേട്ടോ. ചെറുതാണ് ഇപ്രാവശ്യം കിട്ടിയ. ഇവിടെ ഇടുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയത് കുഞ്ഞിതായി കാരണം നമ്മളതിനെ കളഞ്ഞു. അപ്പുറത്തെ ആള് ചൂണ്ടണത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണ സമയമായി കാരണം നമുക്കിതേ ഇങ്ങനെ ഒരു വലിയൊരു മീനെ കിട്ടിയത്. ചൂണ്ടയിൽ കൊത്തണത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതേ ഇതാണ് കേട്ടോ മുതൽ. നല്ല കുറച്ച് വലിപ്പൊക്കെ ഉണ്ട്. ഇതേ സൈസിലൊക്കെ ഇപ്പോൾ കുറച്ചെണ്ണം അടുപ്പിച്ച് കൊത്തുണ്ട് കേട്ടോ ഇവിടെ. കണ്ടില്ലേ, ഇതേ ഇപ്പം അപ്പുറത്തുള്ള ചൂണ്ടയിൽ കുത്തി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും കൊത്തണ കാരണം ഈ വീഡിയോയിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റണില്ല. സൂര്യൻ അസ്തമിച്ച് തുടങ്ങി. അപ്പം നമ്മുടെ ചൂണ്ടൽ അവസാനിപ്പിക്കാറായിട്ടുള്ള സമയവും ആയി തുടങ്ങി. ഇവിടെ ഇരുന്ന് ഈ സൂര്യാസ്തമയമൊക്കെ ആസ്വദിക്കാനും ഒരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നല്ല കാറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതിലും സ്പീഡിലാണ് ഇവിടെ ഞങ്ങൾക്ക് കാറ്റ് ഫീൽ ചെയ്യുന്നത്. കൊല്ലിയിൽ മാറ്റി വെച്ചിട്ടുള്ള ജീവനോടെ മാറ്റി വെച്ചിട്ടുള്ള മീൻ കാണിക്കാം. ഇത്രയും മീനാണ് നമ്മൾ ജീവനോടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ ചേട്ടനും അനിയനും കൂടിയിട്ട് അപ്പുറത്തിരുന്ന് പിടിച്ച മീനുകളാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. ഇത്രയും മീൻ 2 പേര് മാത്രമായിട്ട് കൊത്തിയുണ്ട്. കൊത്തി പിടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തം കൊല്ലിയിലും നമ്മൾ ഇപ്പം പിടിച്ചിട്ടുള്ളതും എല്ലാം കൂടി നോക്കിയിട്ട് ഒരു 5.5 കിലോ മീനോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കരിമീൻ 600 രൂപ കിലോന് മാർക്കറ്റ് റേറ്റ് ഉള്ള കരിമീനുകളാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. പുഴയിലെ മീനായ സ്ഥിതിക്ക് ടേസ്റ്റും ഒരു രക്ഷയുണ്ടാവില്ല. ഞങ്ങളിതേ പിടിച്ച മീനുകളെയൊക്കെ നമ്മുടെ സ്കൂളിൽ അസംബ്ലിക്ക് നിർത്തണ പോലെ നല്ല ഇതിൽ നിരത്തി നിർത്തിയിട്ടുണ്ട്. മുഴുവനില്ല കേട്ടോ. ജീവനുള്ള മീനുകളൊക്കെ കൊല്ലിയിൽ തന്നെ വെച്ചേക്കാണ്. ജീവനില്ലാത്ത ബാക്കി പിടിച്ച മീനുകളെയാണ് ഇതേപോലെ ഒരുക്കി നിർത്തിയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ മീൻപിടുത്ത വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്യണേ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കി നോക്കേ.